നമസ്കാരം. നമുക്കിന്നൊരു ചിത്രശലഭത്തിനെ വരച്ചാലോ? നോർമലി നമ്മൾ ചിത്രശലഭത്തിനെ വരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ബോഡി ഒരു കടലപ്പരിപ്പൊക്കെ പോലെ ഇങ്ങനെ വരച്ച് വയ്ക്കും അല്ലേ, അല്ലെങ്കിൽ ഒരു പയറുമണി പോലെ. പക്ഷെ അതിന് പകരം കുറച്ചും കൂടി അതിൻ്റെ കറക്റ്റ് ഷേപ്പ് എന്താണോ, തലയുടെ ഷേപ്പ് എന്താണ്, ബോഡിയുടെ ഷേപ്പ് എന്താണ്, വാലിൻ്റെ ഷേപ്പ് എന്താണ്, കറക്റ്റ് ഷേപ്പ് ഒന്നും കൂടി ഒബ്സർവ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും. അതിൻ്റെ കാലും അതിൻ്റെ തലയിലത്തെ ചെറിയ കൊമ്പൊക്കെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അതിനുശേഷം ചിത്രശലഭത്തിന് ചിറകിലുള്ള പാറ്റേൺസ് ഞാൻ വരയ്ക്കുകയാണ്. ഇത് ബ്ലാക്ക് യെല്ലോ കളറുള്ള ചിത്രശലഭമാണ്. അതുകൊണ്ട് തന്നെ പാറ്റേൺസിൻ്റെ ഇടയിൽ ബ്ലാക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് സമയം എടുത്തൊരു പ്രോസസ്സാണ്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബ്ലാക്ക് കളർ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാനിവിടെ യെല്ലോ കളറും ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് ഒരു ഗ്രേഡിയൻ്റ് ഫീൽഡിൽ അതിൻ്റെ പാറ്റേൺസിലൊക്കെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ചിത്രശലഭത്തിന് വരയ്ക്കുന്ന സമയത്ത് ഏത് കളറാണ് കൊടുക്കാൻ പോകുന്നത് താഴെ ഒന്ന് കമൻറ്റും കൂടി ചെയ്തോളൂ.